അമ്പലനടയിൽ കെട്ടിയിരുന്ന ഒരു മണി അടിക്കാൻ നായന്മാർക്ക് അവകാശമില്ല. നായരും നായർക്ക് താഴെയുള്ളവരും മണി അടിക്കാൻ പാടില്ല. അന്ന് ആ സമരം നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, AKGയും കൃഷ്ണപിള്ളയും. രണ്ടുപേരും ദൈവവിശ്വാസികളല്ല. അവർക്ക് അമ്പലത്തിൽ കയറാനല്ല, അമ്പലത്തിൽ കയറാൻ ആഗ്രഹമുള്ളവർ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ന്യായത്തിനും നീതിക്കും അവകാശത്തിനും വേണ്ടി സമരം ചെയ്യുക എന്നതായിരുന്നു. അന്ന് ആവേശം മൂത്ത് കൃഷ്ണപിള്ള പോയിട്ട് ആ മണിയടിച്ചു. മണിയടിച്ചപ്പോൾ വന്ന അവിടെ കാവൽ നിന്നിരുന്ന നായന്മാരാണ്. നായന്മാർ മണിയടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാർ തന്നെ കാവലിടുകയാണ്. അതാണ് ആത്മാവിന്റെ അടിമത്തം എന്ന് പറഞ്ഞത്. എന്നിട്ട് അടിച്ച ഈ കൃഷ്ണപിള്ളയെ പുറത്തടിച്ചു വീഴ്ത്തി വൈക്കോല് തല്ലുന്നതുപോലെ തല്ലി. അന്ന് കൃഷ്ണപിള്ള പറയാനിടവന്ന ഒരു അൺപാർലമെന്ററി ആയ ഒരു പ്രയോഗമുണ്ട്. ഉശിരുള്ള നായര് മണിയടിക്കും, ഏലനക്കി നായർ അവന്റെ പുറത്തടിക്കും. അന്നും ആ അടി കൊണ്ടത് ദൈവവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടരുത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിനെതിരാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ